ഈ വീഡിയോ നിങ്ങളൊന്നും കണ്ടു നോക്കുക. KC വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സ് വെച്ച CPM നേതാവ് CCTVയിൽ കുടുങ്ങി. തൃശൂർ വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിലാണ് KCക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചത്. വാടാനപ്പള്ളി CPM ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് കുടുങ്ങിയത്. എനിക്ക് പറയാനുള്ളത് ഇത് AI വീഡിയോ ആണ്, അല്ലാതെ പുള്ളി അങ്ങനെ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു LC മെമ്പറായ അദ്ദേഹം അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു AI വീഡിയോ ആയിരിക്കും. ഇനിയും നമുക്ക് അതും കടന്ന് ചിന്തിച്ചാൽ പുള്ളിക്ക് പിണറായി വിജയന്റെ ഒരു ഫ്ലെക്സ് വെക്കാൻ പറ്റുന്നത്, കാരണം പാർട്ടി ഇട്ടതിലെ പൊട്ടി. അപ്പൊ അതുകൊണ്ട് ജയിച്ച ഒരു പാർട്ടിയുടെ ഒരാളുടെ വെച്ചിട്ട് ഫ്ലെക്സ് വെക്കാമെന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ വെച്ചത്. കാരണം ഇവർ രണ്ടുപേരും അങ്ങ് തമിഴ്നാട്ടിൽ പോയാൽ ഒരുമിച്ചല്ലേ. ഇവർ TVK സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കോൺഗ്രസും CPM ആണല്ലോ. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടും അങ്ങനെ ഫ്ലെക്സ് വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 5-6 ദിവസമായി. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുമ്പേ നമ്മൾ ഈ വീഡിയോ കൂടി ഒന്ന് കാണുക. ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ മന്ത്രിസഭയെ നയിക്കുക എന്ന്. അത് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മിനിറ്റുകൾക്കകം തീരുമാനിക്കും കോൺഗ്രസിന്റെ ശൈലി ഏതാണ്. ഇതിനകത്ത് ഇദ്ദേഹം പറയുകയാണ്, നമുക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റാണ്. മിനിറ്റ്സ്, അത് എത്ര മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 7000 മിനിറ്റ്സ് ആവും, 8000 മിനിറ്റ്സ് ആവും. അതിനുള്ളിൽ എന്തായാലും പറയുമായിരിക്കും. ICC ജനറൽ സെക്രട്ടറിയുടെ നമ്മുടെ KC വേണുഗോപാൽ വരുന്നതിന് മുമ്പേ നമ്മുടെ കോൺഗ്രസ് ഇന്ത്യയിലെ 7 സംസ്ഥാനവും ഭരിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ എത്ര ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 10 റൗണ്ടിലെ 9 റൗണ്ട് ഓടാൻ വേണ്ടി ഇവിടെ VD സതീശനും ലാസ്റ്റിൽ ഒരു റൗണ്ട് ഓടി കപ്പ് മേടിക്കാൻ വേണ്ടി നിങ്ങൾ KC വേണുഗോപാൽ സാർ വരുന്നതിൽ എനിക്ക് പേഴ്സണലായിട്ട് യോജിപ്പ് ഇല്ല. കാരണം ഇത്രയും നാള് നമ്മുടെ VD സതീശൻ സാർ തന്നെയാണ് പറഞ്ഞത് 100 സീറ്റ് കൂടുതൽ മേടിക്കുമെന്നും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ 12-13 അല്ലെങ്കിൽ 3/4% മന്ത്രിമാർ തോക്കുമെന്നും പറഞ്ഞു. അതുപോലെ നടക്കുകയും ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ആ കപ്പ് മേടിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിറക്കി കൊണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സ്വീകരിക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ താങ്കളുടെ MP സ്ഥാനം രാജിവെക്കുകയും വേണം. പിന്നെ ഇവിടെ ഉള്ള സാധാരണ ഒരു MLA പോസ്റ്റ് രാജിവെപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു ഇലക്ഷൻ നടക്കണം. ആ ഇലക്ഷൻ നടക്കുന്നതിൽ ആരുടെ കാശാണ്? സാധാരണക്കാരുടെ കാശാണ്. അല്ലാതെ താങ്കളെ പോലുള്ള നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസയൊന്നും അല്ലല്ലോ. പിന്നെ ഇലക്ഷൻ നടന്നാലും താങ്കൾ വിചാരിക്കേണ്ട താങ്കൾ ജയിക്കുമെന്ന്. നൈസായിട്ട് ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെല്ലാം താങ്കളെ പൊട്ടിപ്പിക്കുകയും ചെയ്യും.